നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഫിക്ഷനാണ്. അതിനകത്ത് മലയാളം ഫിക്ഷൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നമുക്ക് നോക്കാം. കുന്തലത 1887 പബ്ലിഷ് ചെയ്ത അതാണ് ഫസ്റ്റ് മലയാളം നോവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് മലയാളം ഈവൻ ബിഫോർ ദാറ്റ് മലയാളം ട്രാൻസ്ലേഷൻസ് ഓഫ് ഇംഗ്ലീഷ് വർക്ക്സും പോപ്പുലറായിട്ട് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. സെക്കൻഡ് മലയാളം നോവലാണ് ഇന്ദുലേഖ. 1889 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇയറൊക്കെ നോക്കി വെച്ചേക്കണേ. ആൻഡ് അത് ഇംഗ്ലീഷ് നോവലിനെ മോഡലാക്കി എഴുതിയിരിക്കുന്ന ഒരു നോവലാണ്, മലയാളം നോവലാണ് ഇന്ദുലേഖ. സോ അത് ആ സമയത്ത് സോഷ്യൽ സിറ്റുവേഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയൊരു നോവലാണ്. അതായത് നമ്പൂതിരി കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു അറ്റാക്ക് പോലെ എഴുതിയ ഒരു നോവലാണിത്. അതിനകത്ത് ഓതർ എന്ന് പറയുന്നത് ഫ്യൂഡൽ ലോർഡ്ഷിപ്പിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് നമ്പൂതിരി നായർ മാരേജ് പാക്ട്, അതായത് സംബന്ധം, ആ സമയത്ത് പ്രൊമിനൻ്റ് ആയിട്ടിരുന്ന സംബന്ധം എന്ന് പറഞ്ഞ ഈ ഒരു കാര്യത്തിനെയൊക്കെ, അതായത് നമ്പൂതിരി നായർ മാരേജ് പാക്റ്റാണ് സംബന്ധം എന്ന് പറയുന്നത്, ആ ഒരു കാര്യത്തിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. സെക്കൻഡ് നോവൽ എന്ന് പറയുന്നത് ചന്തു മേനോൻ്റെ തന്നെ ശാരദയാണ്. അത് 1892 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. 1891 സി വി രാമൻ പിള്ള അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള മാർത്താണ്ഡവർമ്മ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സ് എന്ന് പറയുന്ന ധർമ്മരാജയുണ്ട്, രാമരാജ ബഹദൂറുണ്ട്. സി വി അദ്ദേഹത്തിൻ്റെ നോവൽസിനകത്ത് പോർട്രേ ചെയ്തിരുന്നത് കേരള ഈ രാജാക്കന്മാരും നായേഴ്സും ഒക്കെ റൂൾ ചെയ്തിരുന്ന സമയത്തെ കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നതിനകത്ത് ഹിസ്റ്ററി ഉണ്ട്, റൊമാൻസും ഉണ്ട് ആ നോവലിനകത്ത്. പിന്നെ സി വിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഹൈലി ഡ്രമാറ്റിക് ആയിരുന്നു, പക്ഷേ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഹിസ്റ്റോറിക്കൽ നോവലിൻ്റെ കൂടി ആളാണ്. ആരാണ്? സി വി. പിന്നെ നമ്മുടെ മാർത്താണ്ഡവർമ്മ എഴുതിയ റൈറ്റർ. ദെൻ പാറപ്പുറം ബൈ കുരുക്കൾ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പൊളിറ്റിക്കൽ നോവൽ. ഭാസ്കര മേനോൻ ബൈ അപ്പൻ തമ്പുരാനാണ് ഫസ്റ്റ് ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്നത്. ഭാസ്കര മേനോൻ എന്നാണ് ആ വർക്കിൻ്റെ പേര് കേട്ടോ. അപ്പൻ തമ്പുരാനാണ് എഴുതിയത്. അപ്പൻ തമ്പുരാൻ്റെ നോവലായിട്ടുള്ള ഭൂതരായർ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു കേരളത്തിലെ സെക്കൻഡ് സെഞ്ചുറി കേരള എങ്ങനെയാണോ അതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നരേഷൻ വളരെ അട്രാക്റ്റീവായിട്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് മലയാളം നോവൽ എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ് വിത്ത് ദി സോഷ്യലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിരുന്നു. ആൻഡ് പിന്നെ നോവൽസ് ഓൺ ക്രിസ്ത്യൻ ലൈഫ് കൊച്ചുതൊമ്മൻ എന്ന് പറഞ്ഞൊരു റൈറ്റർ എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്, അതുപോലെ തന്നെ അതായത് ലേറ്റ് 40s നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മലയാളം ലിറ്ററേച്ചറിൽ തന്നെ ലേറ്റ് 40s എന്ന് പറയുന്ന വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ് ആയിരുന്നു എഴുതിയിരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു യുണീക്ക് സ്റ്റൈലാണ്. വളരെ ഹ്യൂമറസ് ആയിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള പോർട്രേയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബഷീറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബാല്യകാല സഖി വരുന്നുണ്ട്. ബാല്യകാല സഖിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പ്ലേമേറ്റ് ഓഫ് ചൈൽഡ്ഹുഡ് എന്നാണ്. അത് രണ്ട് യങ് ലവേഴ്സിൻ്റെ ഫേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് എറ്റനദർ വർക്ക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്ലെയിം ഒക്കെ കിട്ടിയൊരു വർക്കാണ് എൻ്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു. അത് 1951 പബ്ലിഷ് ചെയ്തത്. അതായത് ഓർത്തഡോക്സ് മുസ്ലിംസും ആൻഡ് ആസ് വെൽ ആസ് പ്രോഗ്രസീവ് മുസ്ലിംസും തമ്മിലുള്ള ആ ഒരു ഡിസ്പാരിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് നാലുകെട്ട്. അത് ഈ ഫ്യൂഡൽഷിപ്പിനെ കുറിച്ചൊക്കെയാണ് ആൻഡ് അസോസിയേറ്റഡ് സ്ട്രഗിൾസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് അനദർ നോവൽ എന്ന് പറയുന്നത് അസുരവിത്ത് നായർ ഫാമിലിയിലെ പ്രോബ്ലംസിനെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് വേരുകൾ അല്ലെങ്കിൽ റൂട്ട്സ്. ആൻഡ് യന്ത്രം എന്ന് പറഞ്ഞൊരു വർക്കും കൂടി അദ്ദേഹത്തിനുണ്ട്. മെഷീൻ എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. തകഴിയുടെ രണ്ടിടങ്ങഴിയാണ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത്. ലോവർ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് ഈ ഒരു വർക്ക് പറയുന്നത്. റിയൽ ലൈഫിൽ, അതായത് ലൈഫിൻ്റെ റിയാലിറ്റിയെ അല്ലെങ്കിൽ പുവർ പീപ്പിളുടെ ആ ഒരു ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു വർക്കിനകത്ത്. അനദർ വർക്ക് തകഴിയുടെ എന്ന് പറയുന്നത് ചെമ്മീനാണ്. ഫിഷർമൻ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ലവ് സ്റ്റോറിയും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഹ്യൂമൻ ഇമോഷൻസ് ഓഫ് ലവ് ആൻഡ് ഹേറ്റഡ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ തകഴിയുടെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് തോട്ടിയുടെ മകനാണ്. അത് സ്കാവഞ്ചേഴ്സിൻ്റെ ലൈഫിൽ, അതായത് ലൈഫ് ഓഫ് സ്കാവഞ്ചേഴ്സ് ആണ് ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോകുന്നത്. സ്കാവഞ്ചേഴ്സ് സൺ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. സോ മേജർ റൈറ്റേഴ്സ് നമുക്കൊന്നുകൂടെ നോക്കാം. KP രാമനുണ്ണി. അദ്ദേഹം സെലിബ്രേറ്റഡ് റൈറ്ററാണ്. കേരളത്തിൽ പൊന്നാലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലാണ് സൂഫി പറഞ്ഞ കഥ. അത് മലയാളത്തിൽ സിനിമയും കൂടി ആക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, തമിഴ് ആൻഡ് ഹിന്ദിയിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. 2 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അതിന്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ഇടശ്ശേരി അവാർഡും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. രാമനുണ്ണിക്ക് അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ.
പിന്നെ അടുത്ത നോവൽ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ പുസ്തകമാണ്. രാമനുണ്ണി ഷോർട്ട് സ്റ്റോറീസും എഴുതിയിട്ടുണ്ട് ഒരുപാട് മലയാളം ജേർണൽസിൽ. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഷോർട്ട് സ്റ്റോറിയാണ് ശവസംസ്കാരം. അതിന് ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്ററിനുള്ള ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറിക്കുള്ള പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അനദർ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് മുഖലക്ഷണമാണ്. അത് അദ്ദേഹത്തിന് വീണ്ടും അതിനും അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ജാതി ചോദിക്കുക എന്നുള്ള അനദർ ഷോർട്ട് സ്റ്റോറിയുണ്ട്. പിന്നെ അതിന് കവിതാ അവാർഡൊക്കെ ന്യൂഡൽഹിയിൽ കിട്ടിയിട്ടുണ്ട്. പത്മരാജൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മനുഷ്യമൃഗം എന്നിങ്ങനെ എന്നുള്ള ഒരു വർക്കും കൂടി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ സെലക്ടഡ് ഷോർട്ട് സ്റ്റോറി കളക്ഷന് CV ശ്രീരാമൻ അവാർഡ് 2009 അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. രാമനുണ്ണി എന്ന് പറയുന്നത് ഒരു ആക്ടിവിസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി, മദർ ടങ് മൂവ്മെൻറ്റിന് വേണ്ടി, കേരളത്തിന് വേണ്ടി അതൊക്കെ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്യാമ്പയിൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. കമ്മ്യൂണൽ പ്രോബ്ലംസിന് വേണ്ടിയൊക്കെ, അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ഒക്കെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ളൊരു റൈറ്ററും കൂടിയാണ്. അനദർ റൈറ്റർ ലളിതാംബിക അന്തർജനം, സോഷ്യൽ റിഫോമർ കൂടിയാണ്. ദെൻ മഹാത്മാഗാന്ധിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് അവരുടെ വർക്ക്സിനകത്തും ലൈഫിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിലൊക്കെ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെ റൈറ്റിങ്ങിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ റോൾ എന്താണ് സൊസൈറ്റിയിൽ, ഫാമിലിയിൽ, ആൻഡ് സ്ത്രീകളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളൊരു റൈറ്ററാണ്. ഒരുപാട് 9 വോളിയൂംസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസും 6 കളക്ഷൻ ഓഫ് പോംസും, കുട്ടികൾക്ക് വേണ്ടി 2 ബുക്സും 1 നോവലും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അഗ്നിസാക്ഷി 1976 ആ ഒരു നോവലിന് അവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്നിസാക്ഷി ഇത് സിനിമയാക്കിയിട്ടും ഉണ്ട്. ഓട്ടോബയോഗ്രഫിയുടെ പേരെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോബയോഗ്രഫി, അല്ലെങ്കിൽ ആത്മകഥയ്ക്കൊരു ആമുഖം. അതും ലളിതാംബിക അന്തർജനത്തിൻ്റെ സിഗ്നിഫിക്കൻറ്റ് വർക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറൊരു സ്റ്റോറിക്കകത്ത് റിവെഞ്ച് ഹേർസെൽഫ് എന്ന് പറഞ്ഞ സ്റ്റോറിക്കകത്ത് അവർ മോറൽ ആൻഡ് സെക്ഷൽ ചോയ്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. ആൻഡ് താത്രിയുടെ സ്റ്റോറിയെക്കുറിച്ചും ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്. താത്രി എന്ന് പറയുന്നത് ഒരു ഫോളൻ വുമണായിട്ട് പോർട്രേ ചെയ്തിട്ട് അവരുടെ സ്റ്റോറിയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നായർ വിമൺ എൻജോയ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നായർ വുമൺ എൻജോയ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, എസ്പെഷ്യലി ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവായിട്ട് കേരളത്തിൽ പ്രസൻറ്റ് ചെയ്തിരുന്നതായിരുന്നു. അതായത് നായർ വിമൺ റിലേറ്റീവ്ലി ദേ ആർ എൻജോയിങ് എ ഫ്രീ സെക്ഷൽ ലൈഫ്സ് ഇൻ ദ മേട്രിയാർക്കൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ മുലപ്പാലിൻ്റെ മണം എന്ന് പറഞ്ഞൊരു സ്റ്റോറിയുണ്ട്. അതിനകത്ത് വിമൻ്റെ റോൾ എന്താണ് ഈ ഒരു സൊസൈറ്റിയിൽ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ബർത്ത് കൺട്രോളിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദെൻ MT വാസുദേവൻ നായർ, പോപ്പുലർലി നോൺ ആസ് MT, അദ്ദേഹം ഒരു സ്ക്രീൻ പ്ലേ റൈറ്ററാണ്, ഫിലിം ഡയറക്ടറാണ്, ആൻഡ് ഓൾസോ റൈറ്റർ കൂടിയാണ്. വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു റൈറ്ററാണ് മോഡേൺ മലയാളം ലിറ്ററേച്ചറിൽ. ആൻഡ് 20 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹത്തിന് മലയാളം, അതായത് ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി മലയാളത്തിൽ അദ്ദേഹത്തിന് വേൾഡ് ഷോർട്ട് സ്റ്റോറി കോമ്പറ്റീഷനിൽ അദ്ദേഹത്തിന് അവാർഡ് പ്രൈസ് കിട്ടിയത്. ഫസ്റ്റ് മേജർ നോവൽ നാലുകെട്ടിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻസെസ്ട്രൽ ഹോം എന്നാണ്. 23-ാമത്തെ വയസ്സിലാണ് ഇത് എഴുതിയത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ്, കാലം, അസുരവിത്ത്, പിന്നെ ഇങ്ങനെയുള്ള വർക്ക്സ് ഇദ്ദേഹം രണ്ടാമൂഴവും ഇദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. രണ്ടാമൂഴം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ളൊരു നോവലാണ് രണ്ടാമൂഴം. സോ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് ആണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നോവൽസിനകത്ത് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ബേസിക് ഒരു മലയാളം ഫാമിലി എങ്ങനെയാണോ, മലയാളി ഫാമിലി എങ്ങനെയാണോ ആ ഒരു ഫാമിലി സ്ട്രക്ചറിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കൾച്ചറിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ നോവൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാലുകെട്ട്, അസുരവിത്ത് അല്ലെങ്കിൽ കാലം എന്നിങ്ങനെയുള്ള 3 നോവൽസിനകത്ത് നമുക്കൊരു മലയാളി ഫാമിലി, ഒരു ടിപ്പിക്കൽ കേരള ഫാമിലി, ഒരു മേട്രിയാർക്കൽ ഫാമിലി എങ്ങനെയാണോ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഭീമസേനൻ്റെ വ്യൂ പോയിന്റിലൂടെ മഹാഭാരതത്തിനെ ഒന്നും കൂടെ പറയുന്നതാണ് രണ്ടാമൂഴം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. ഒരുപാട് അവാർഡ്സൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പിന്നെ അവാർഡ്, വല്ലത്തോൾ അവാർഡൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. JC ഡാനിയൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് 2013. പിന്നെ മാതൃഭൂമി വീക്കിലിയിൽ ഇദ്ദേഹം എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, OV വിജയൻ എന്ന് പറയുന്നത് കോമൺലി അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഒറ്റുപുലയ്ക്കൽ വേലുക്കുട്ടി വിജയൻ എന്നാണ്. ഇന്ത്യൻ ഓതറാണ്, കാർട്ടൂണിസ്റ്റാണ്, ആൻഡ് മലയാളം ലിറ്ററേച്ചറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ് അദ്ദേഹം. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഫസ്റ്റ് നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം. 1969 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 6 നോവൽസ് എഴുതിയിട്ടുണ്ട്, 9 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസും 9 എസ്സേസും എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിലും ഒക്കെ അതിൻ്റെ ടോൺ പോകുന്നുണ്ട്.
പിന്നെ ഒരുപാട് വർക്ക്സിനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആൻഡ് കാർട്ടൂണിസ്റ്റായിട്ടും ഒക്കെ ന്യൂസ് പേപ്പേഴ്സിലും ന്യൂസ് പബ്ലിക്കേഷൻസിലും ഒക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സിലായിരുന്നു വെച്ചാൽ ഹിന്ദുവിനകത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ദ സ്റ്റേറ്റ്സ്മെൻറ്റിനകത്തൊക്കെ പബ്ലിക്കേഷൻസിലൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് വിജയൻ്റെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത്. 12 വർഷം എടുത്ത് ഈ ഒരു കറക്റ്റ് ഫൈനൽ ഫോമിലാക്കിയെടുക്കാൻ ഈ ഒരു നോവലിനെ. അത് മാതൃഭൂമി വീക്ക്ലിയിൽ സീരിയലൈസ്ഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നീട് അതിനെ ഒരു നോവലാക്കി ഇദ്ദേഹം മാറ്റിയതാണ്. ദെൻ ഈ ഒരു നോവലിനകത്ത് നമുക്ക് എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മോഡേണിസ്റ്റ്, പോസ്റ്റ് മോഡേണിസ്റ്റ്, ഇങ്ങനെയുള്ള സ്റ്റൈൽ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് മോഡേണിസ്റ്റ് എന്നും പോസ്റ്റ് മോഡേണിസ്റ്റ് എന്നും പോസ്റ്റ് മോഡേണിസ്റ്റ് എന്നും പറയാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ ഇദ്ദേഹം എഴുതുന്നത് അങ്ങനെയാണ്. പിന്നെ 100 Years of Solitude എന്നുള്ള ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസിൻ്റെ വർക്കുമായിട്ടൊക്കെ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കും. ഖസാക്കിൻ്റെ ഇതിഹാസത്തിനകത്ത് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, രവിയുണ്ട്, ഒരു ടീച്ചറാണ്. ആൻഡ് ഖസാക്ക് പിന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ രവിയുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ദെൻ തകഴി ശിവശങ്കരൻ പിള്ളയാണ്. തകഴി ശിവശങ്കരൻ പിള്ള, പോപ്പുലർലി നോൺ ആസ് തകഴി. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. മലയാളം ലിറ്ററേച്ചറിൽ ഓവർ 30-ലധികം നോവൽസ് എഴുതിയിട്ടുണ്ട്, 7 ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. ഒപ്രസ്ഡ് ക്ലാസസിൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഇദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബെസ്റ്റ് വർക്ക്സ് എന്ന് പറയുന്ന കയർ എഴുതിയിട്ടുണ്ട്, ചെമ്മീൻ എഴുതിയിട്ടുണ്ട്, ആൻഡ് പത്മഭൂഷണൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജ്ഞാനപീഠ അവാർഡൊക്കെ ഇദ്ദേഹത്തിന് തകഴിക്ക് കിട്ടിയിട്ടുണ്ട്. ചെമ്മീനൊക്കെ സിനിമയാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത് ഒരു സ്കാവെഞ്ചറിൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഇത് പറഞ്ഞു പോയേക്കുന്നത്. ഫസ്റ്റ് റിയലിസ്റ്റിക് നോവലാണ് മലയാള ലിറ്ററേച്ചറിൽ തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ നോവലാണ് രണ്ടിടങ്ങടി എന്ന് പറയുന്നത്. അതായത് കേരളത്തിലുണ്ടായിരുന്ന എസ്പെഷ്യലി കുട്ടനാട് ഫോക്കസ് ചെയ്ത് ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഈവിൾസിനെയാണ് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ലവ് എപ്പിക്കാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ ഫിലിം അഡാപ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ചെമ്മീൻ 1965. നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡ്സ് ഒക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 19 വേൾഡ് ലാംഗ്വേജസിലോട്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 15 കൺട്രീസ് ഇതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാമു കാര്യായിട്ടാണ്. നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിന് 1965 ഇതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏണിപ്പടികൾ എന്ന് പറഞ്ഞൊരു വർക്കും കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പവറിനും പൊസിഷനും വേണ്ടിയുള്ളൊരു ബ്യൂറോക്രാറ്റിൻ്റെ കഥയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ അത് തോപ്പിൽ ഭാസി സിനിമയാക്കിയിട്ടുണ്ട്. പിന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞ അനദർ നോവലുണ്ട്, അതും സേതുമാധവൻ അതിനെ ഫീച്ചർ ഫിലിമാക്കി മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് സത്യനും പ്രേം നസീറും ഷീലയുമാണ് അഭിനയിക്കുന്നത്. പിന്നെ മലയാള നോവൽസിൻ്റെ എമർജൻസ് എങ്ങനെയായിരുന്നു? അപ്പോൾ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് മലയാളത്തിലെ അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. അത് 1887 പബ്ലിഷ് ചെയ്തിരുന്നത്. കുന്തലത ഈസ് നോട്ട് കൺസിഡർ എ മേജർ നോവൽ, പക്ഷേ എന്താണ്, നമുക്കതിനെ ഒരു പ്രൈഡ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് നമുക്കതിനെ കൊടുക്കുന്നുണ്ട്. ഒരു നോവലിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അതിനുണ്ട്. ആൻഡ് മലയാളി ആയിട്ടുള്ള ഒരാൾ എഴുതിയ ആദ്യത്തെ ഒരു നോവലാണിത് മലബാർ റീജിയനിലുള്ള. അപ്പോൾ ഫസ്റ്റ് നോവൽ പബ്ലിഷ്ഡ് മലബാർ റീജിയനാണ് ഇതിനെ പറയുന്നത്. അതൊരു ഹിസ്റ്റോറിക്കൽ നറേറ്റീവാണ്. കലിംഗ രാജാവിൻ്റെ മകളാണ് കുന്തലത, അതിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ചന്തു മേനോൻ്റെ ഇന്ദുലേഖ ഫസ്റ്റ് മേജർ നോവൽ മലയാളം ലാംഗ്വേജ്. പിന്നെന്താണ്, ഇപ്പം ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് നായർ ലേഡിയാണ്, 18 വയസ്സുള്ള. സോ ആ ഒരു അവരുടെ അപ്പർ കാസ്റ്റ് മെന്നിനെ കുറിച്ചും അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഈ ഒരു നോവലിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് പിന്നീട് അദ്ദേഹം എഴുതിയതാണ് ശാരദ. അത് 8 ചാപ്റ്റേഴ്സേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ. അതിന് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നോവലിന് നമുക്കതിനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോയിൻ്റൊക്കെ തന്നെയാണ്. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലെ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നോവലാണ്. ട്രാവൻകൂറിലെ ഫസ്റ്റ് നോവലാണ്. പിന്നെ ഒരു ട്രിലജി ഉള്ളത്, അതിലൊരു 3 ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഉള്ള ഫസ്റ്റ് നോവലാണ് ഇതെന്ന് പറയുന്നത്. മാസ്കുലൈൻ ടൈറ്റിലാണ് അതിന് കൊടുത്തേക്കുന്നത്. ദെൻ ശരിക്കും പറഞ്ഞാൽ ഇന്ദുലേഖ എന്നുള്ള നോവൽ എഴുതുന്നതിന് മുന്നേ തന്നെ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ എന്നുള്ള നോവൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അത് പബ്ലിഷ് ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു നോവലിനകത്ത് ശരിക്കും പറഞ്ഞാൽ വേണാടിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്, രാജാ രാമവർമ്മയുടെ റൂളിൻ്റെ സമയത്തുള്ള. ഈ നോവലിനും ഒരു ഫിലിം അഡാപ്റ്റേഷൻ ഉണ്ട്. ദെൻ ഫസ്റ്റ് മലയാളം നോവൽ, അതായത് സരസ്വതി വിജയം എന്നുള്ള കുഞ്ഞമ്പു എഴുതിയ ഫസ്റ്റ് മലയാളം നോവൽ ദാറ്റ് ഡെൽറ്റ് വിത്ത് ദി സോഷ്യലി ബാക്ക്വേർഡ് ക്ലാസ് ആയിരുന്നു. അതായത്
സരസ്വതി വിജയൻ എന്നുള്ളത് ബാക്ക്വേർഡ് ക്ലാസ്സിന്, സോഷ്യലി ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് എഴുതിയ ഒരു നോവലായിരുന്നു. അത് കുഞ്ഞമ്പുവാണ് 1892 എഴുതിയത്. പിന്നെ ക്രിസ്ത്യൻ ലൈഫ് ഇൻ കേരളയെക്കുറിച്ച് എഴുതിയതാണ് കൊച്ചുതൊമ്മൻ എഴുതിയിട്ടുള്ള കൊച്ചീപ്പൻ തരകൻ എന്നുള്ള നോവൽ. കണ്ടംപററി മലയാളം ഫിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ, ഒ വി വിജയൻ്റെ വർക്ക്സ്, KR മീരയുടെ വർക്ക്സ്, ബെന്യാമിൻ്റെ വർക്ക്സ് ഒക്കെ നമുക്ക് അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ KR മീരയുടെ ആരാച്ചാർ എന്നുള്ള നോവൽ, അത് കൊൽക്കട്ടയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രദ്ദ മുല്ലിക്സിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെ എന്താണ്, ആൻഡ് ആരാച്ചാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലേഡിയാണ് കേട്ടോ. പിന്നെ ആരാച്ചാറിൻ്റെ ഇംഗ്ലീഷ് പിന്നെ ടൈറ്റിൽ എന്ന് പറയുന്നത് ആൻ എക്സിക്യൂഷണർ എന്നാണ്. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ 2013 ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ ആടുജീവിതം 2008 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബെന്യാമിൻ്റെ. പിന്നെ ഇംഗ്ലീഷിലോട്ട് നമ്മുടെ ആരാച്ചാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജയദേവികയാണ് കേട്ടോ. ഹാങ് വുമൺ എന്ന് പറഞ്ഞും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതം 2008 പബ്ലിഷ് ചെയ്തത്. അത് മാതൃഭൂമിയിൽ സീരിയൽ ഫോമിൽ പബ്ലിഷ് ചെയ്തായിരുന്നു, ലൈഫ് ഓഫ് എ ഗോട്ട് എന്നും പറഞ്ഞ്. പിന്നീടാണത് നോവലായിട്ട് പബ്ലിഷ് ചെയ്തത്. സൗദി അറേബ്യയിൽ ഒരു ആൾ ഒരു ബഹ്റിൻ ബേസ്ഡ് ഒരാൾ, ബെന്യാമിൻ ഒരു ബഹ്റിൻ ബേസ്ഡ് ഓതറാണ്. സൗദി അറേബ്യയിൽ ഒരാൾ അകപ്പെട്ടു പോവുകയും അയാളുടെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ അദ്ദേഹത്തിന് അതായത് ഒരാളുടെ കീഴിൽ സ്ലേവ് ആയിട്ട് ട്രാപ്പായി പോകുന്ന ഒരാളുടെ കഥയാണ് പറയുന്നത്. ഒരു ഗൾഫ് ആസ്പിറൻ്റ് ആണ്. അയാൾ ഡ്രീം ലാൻഡിൽ എത്തിച്ചേരുകയാണ് ജീവിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്ലേവ് ലൈക്ക് എക്സിസ്റ്റൻസ് ആണ് ഇയാൾക്ക് കിട്ടുന്നത് സൗദി ഡെസേർട്ടിൽ. റിയൽ ലൈഫ് ഇൻസിഡൻസിൻ്റെ ബേസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അത് ആ സിനിമ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള ആളെ, നജീബിനെ. ദെൻ അയാളുടെ ഒരു ലോൺലിനെസ്സും പിന്നെ അഡ്വേഴ്സിറ്റിയും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഗോഡ് ഡേയ്സ് എന്ന് പറയുന്നത്. മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, ദെൻ നമുക്കടുത്ത് പറയാൻ പോകുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ വർക്കിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സെല്ലേഴ്സാണ് പ്രസൻറ്റ് ഡേ മലയാള ലിറ്ററേച്ചർ. ആടുജീവിതത്തിന് കേരള ലിറ്റററി അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി സിലബസിലൊക്കെ അത് പഠിക്കാനും കൂടിയുണ്ട്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിൻ്റെ സിലബസിൽ 10th സ്റ്റാൻഡേർഡിൽ ഇത് പഠിക്കാനുണ്ട്. മേജർ ഫീമെയിൽ റൈറ്റേഴ്സ് എന്ന് പറയുമ്പം ആഷിതയാണ് വരുന്നത്. ആദ്യത്തെ ആഷിത എന്ന് പറയുന്നത് ഇന്ത്യൻ മലയാള ലിറ്ററേച്ചറിലെ ഒരു ബെസ്റ്റ് ഫീമെയിൽ റൈറ്ററാണ്. ഷോർട്ട് സ്റ്റോറീസ്, പോയംസ്, ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവർ ഹൈക്കു പോയംസ് ആണ് ഇവർ എഴുതുന്നത്. അത് ട്രാൻസ്ലേഷൻസിലൂടെയാണ് എഴുതുന്നത് മലയാളത്തിലോട്ട്. പിന്നെന്താണ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ സ്റ്റോറിക്ക് വേണ്ടി. ആൻഡ് പത്മരാജൻ അവാർഡ്, ലളിതാംബിക അന്തർജന സ്മാരക സാഹിത്യ അവാർഡ്, ഡശേരി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. 20ഓളം ബുക്കുകൾ അവർ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറീസും പോംസും എല്ലാം കൂടെ ചേർത്ത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്. പിന്നെന്താണ്, ഒരുപാട് വർക്ക്സ് അലക്സാണ്ടർ പുഷ്കിൻ്റെ, റഷ്യൻ റൈറ്റർ ആയിട്ടുള്ള അലക്സാണ്ടർ പുഷ്കിൻ്റെ നോവൽസ് ഒക്കെ ഇവർ, ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രാമായണ, പിന്നെ ഭാഗവതം, ജാതക ടെയിൽസ്, ഐതിഹ്യമാല, പിന്നെന്താണ്, അതൊക്കെ ഇവർ അഡാപ്റ്റ് ചെയ്തിട്ട് കുറേ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ടെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ ബയോഗ്രഫിയാണ് അത് ഞാനായിരുന്നു. ദെൻ ഷിഹാബുദ്ദീൻ പൊയ്തുംകടവാണ് അതെന്താണത് പിന്നെ പബ്ലിഷ് ചെയ്തത്. ദെൻ സുഗതകുമാരി ഒരു ഇന്ത്യൻ പോയറ്റാണ്, ആക്ടിവിസ്റ്റാണ്, എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് എന്നും കൂടി നമുക്ക് അവരെ പറയാം. ഫെമിനിസ്റ്റും കൂടിയാണ്. പിന്നെന്താണ്, അവരുടെ പേരൻസ് എന്ന് പറയുന്നത് പോയറ്റും ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള ബോധേശ്വരനും അതുപോലെ തന്നെ VK കാർത്തിയായനി അമ്മയുമാണ്. സാൻസ്ക്രിറ്റ് സ്കോളറായിരുന്നു അമ്മ. ആൻഡ് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഫൗണ്ടർ സെക്രട്ടറിയാണ്. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി അഭയ എന്ന് പറഞ്ഞൊരു സെൻറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും അഭയ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, കേരള സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ ഇവർ ഇരുന്നിട്ടുണ്ട്, ചെയർ ചെയ്തിട്ടുണ്ട്. സൈലൻറ്റ് വാലി പ്രൊട്ടസ്റ്റിൽ ഇവർ വളരെ ഒരു പ്രോമിനൻറ്റ് റോളായിരുന്നു ഇവർക്ക് വഹിക്കാനുള്ളത്. പിന്നെ സുഗതകുമാരിയുടെ ഫസ്റ്റ് പോയം അവരുടെ സൂഡോണിയം വെച്ചിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത് 1957. 1968 ഇവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് പോയട്രിക്ക് വേണ്ടി. ഏതൊക്കെയാണ്, പാതിരാ പൂക്കൾ, രാത്രി മഴ എന്ന് പറഞ്ഞ് മറ്റൊരു പോയമുണ്ട്, അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, പാവം മാനവ ഹൃദയം, മുത്തുച്ചിപ്പി, മണലെടുത്ത്, ഇതൊക്കെയാണ് അവരുടെ അടുത്ത വർക്ക്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി എന്താ പറയുക, ഈ ലവിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്, അതുപോലെ തന്നെ ലിറിക്കലായിട്ടുള്ളതാണ് ഇവരുടെ കുറേ പോംസ് എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള വർക്ക്സും കൂടി ഉണ്ട്. സോഷ്യൽ ഡിസോർഡറിനെ കുറിച്ചും സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചും കണ്ടംപററി പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ,
അമ്പലമണി എന്നുള്ളത് എന്താണ് പിന്നെ നമുക്കും പഠിക്കാനൊരു വർക്കായിരുന്നു. പിന്നെ ടെമ്പിൾ ബെൽ എന്നാണ്, അത് ഒരു നല്ലൊരു നൈസ് പോമാണ് കേട്ടോ. ദെൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇവർ എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ് ചിൽഡ്രൻ ലിറ്ററേച്ചർ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മെനി പീസസ് ഓഫ് വർക്ക്സിനെ ഇവർ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സേറ ജോസഫാണ്. ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ നോവലിൻ്റെ പേര് അലാഹയുടെ പെൺമക്കൾ. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ലീഡറാണ്. ആൻഡ് ഓൾസോ മാനുഷി എന്ന് പറഞ്ഞൊരു ആക്ടിവിസ്റ്റ് ഓർഗനൈസേഷൻ ഇവർക്കുണ്ട്. പിന്നെ ഹൈസ്കൂൾ തൊട്ടേ ഇവർ എഴുതി തുടങ്ങിയതായിരുന്നു പോംസൊക്കെ. ആൻഡ് വൈലോപ്പള്ളിയുടെ പോയംസും അതുപോലെ തന്നെ ഇടശ്ശേരിയുടെ പോംസൊക്കെ ഇവരെ ഒരു കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് ട്രിലജി ഓഫ് നോവൽസ്, 3 ട്രിലജി ഒരു, അതായത് 3 പാർട്ടുകൾ, നോവലിൻ്റെ 3 പാർട്ടുകൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലാഹയുടെ പെൺമക്കൾ, മാറ്റത്തി, അതുപോലെ തന്നെ ഒത്താപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലോട്ട് വത്സൻ തമ്പു എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്താപ്പു ദ സെൻറ്റ് ഓഫ് ദി അതർ സൈഡ് എന്ന് പറയുന്നത്. അലാഹയുടെ പെൺമക്കൾക്കാണ് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമിയോടും കേന്ദ്ര സാഹിത്യ അക്കാദമിയോടും വയലാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത്. ചെറുകാട് അവാർഡ് ഇതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ രാമായണത്തിൻ്റെ കഥകളെ വെച്ചിട്ട് ഇവർ രാമായണ കഥകളെന്നും പറഞ്ഞും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ്. മുട്ടത്ത് വർക്കി അവാർഡൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പാപത്തറ എന്നുള്ളത് ഇവരുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. പിന്നെ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പം ഇത്രയാണ് ഇവരുടെ വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ OV വിജയൻ സാഹിത്യ പുരസ്കാരമൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ മോഡേൺ ഇറയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ ഇറയിലോട്ട് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാഡ്നെസ് ഈ മലയാള റൈറ്റേഴ്സിൻ്റെ തീമായിട്ട് മാറാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ 4 കെട്ട് ആണെന്നുണ്ടെങ്കിലും ആ മോഡേണിസത്തിൽ നിന്ന് പോസ്റ്റ് മോഡേണിസത്തിലോട്ട് പോകുമ്പോൾ ഉള്ള ട്രാൻസിഷൻ പീരീഡിലുള്ള നോവൽസാണ് 4 കെട്ടൊക്കെ. ആൻഡ് അസുരവിത്ത്, കാലം, അതുപോലെ തന്നെ മഞ്ഞ എന്നൊക്കെ പറയുന്നത് മോഡേണിസത്തിൽ നിന്ന് പോസ്റ്റ് മോഡേണിസത്തിലോട്ട് പോകുന്ന ആ ഒരു ഷിഫ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് MT യുടെ വാരണാസി എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ OV വിജയനാണെന്നുണ്ടെങ്കിലും പിന്നെ മുകുന്ദൻ, കാക്കനാടൻ, അതുപോലെ തന്നെ ആനന്ദ്, സേതു, പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള, പത്മരാജൻ, രാജലക്ഷ്മി, വിലാസിനി എന്ന് പറഞ്ഞ ആളുടെ റിയൽ നെയിം എന്ന് പറയുന്നത് MK മേനോൻ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ് വിലാസിനി. പെരുമ്പടവ് ശ്രീധരൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, ലളിതാംബിക അന്തർജന, ജോർജ് ഓണക്കൂർ, അസീസ്, സാറ തോമസ്, PR നാഥൻ, ഇവരൊക്കെയാണ് മറ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരൊക്കെ സൊസൈറ്റിയുടെ ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും നെഗറ്റീവ് ഷെയ്ഡ്സിനെ കുറിച്ചും ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ചും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിലമാസ്, നെഗറ്റിവിസം, ഇതിനെക്കുറിച്ചൊക്കെയാണ് മോഡേണിസത്തിൽ പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് അത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആൻഡ് പിന്നെ പോസ്റ്റ് മോഡേൺ പീരീഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TV കൊച്ചുബാവയുടെ വൃദ്ധസദനം വരുന്നുണ്ട്. പിന്നെ പെരുങ്കാളിയാട്ടം, CV ബാലകൃഷ്ണൻ്റെ ആയുസിൻ്റെ പുസ്തകം വരുന്നുണ്ട്. ദെൻ CR പരമേശ്വരൻ്റെ പ്രകൃതി നിയമം വരുന്നുണ്ട്. അടുത്ത NS മാധവൻ്റെ വർക്ക്സ് വരുന്നുണ്ട്. VJ ജെയിംസിൻ്റെ ചോരശാസ്ത്രം വരുന്നുണ്ട്. പിന്നെ GR ഇന്ദുഗോപൻ്റെ മണൽ ജീവികൾ വരുന്നുണ്ട്. സേറ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. TD രാമകൃഷ്ണൻ്റെ വർക്ക്സ് വരുന്നുണ്ട്. ബെന്യാമിൻ്റെ വർക്ക്സ് വരുന്നുണ്ട്. KR മീരയുടെ വർക്ക്സ്. ഇത്രയും പേരുടെ വർക്ക്സാണ് ഇതിനകത്ത് പോസ്റ്റ് മോഡേൺ പീരീഡിൽ വന്നു പോകുന്നത്.